എല്ലാവർക്കും മാസ്റ്റർ വ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മളെ റബ്ബറിന്റെ ഒട്ടുപാലുണ്ടല്ലോ, റബ്ബറിന്റെ ഒട്ടുപാൽ ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു കിടിലൻ റബ്ബർ ബന്ധം നമ്മൾ ഇതുപോലത്തെ റബ്ബർ ബന്ധം ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് വീഡിയോക്ക് താഴെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമന്റാണ് നമുക്ക് വീഡിയോക്ക് പുതിയ മാറ്റങ്ങൾ വരുത്താനുള്ള നിർദ്ദേശങ്ങൾ കൂടിയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് നേരെ വീഡിയോയിൽ കിടന്നാലോ. നമ്മൾ റബ്ബർ ഷീറ്റ് അടിക്കുന്ന അതിൻ്റെ വേസ്റ്റ് വരുന്ന ഒട്ടുപാലാണിത്. അതുകൊണ്ട് നമ്മളിന്ന് ഒരു അടിപൊളി ബോൾ ഉണ്ടാക്കാൻ പോകും. അതിന് ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനത്തെ കവറാണ്. ഇങ്ങനത്തെ 2 കവർ നമ്മൾ എടുക്കുന്നത്. ഈ കവർ ചെറുതായിട്ട് നമ്മൾ മടക്കി ഒരു ചെറിയൊരു ബോൾ പോലെ ആക്കുക. അതെ, ഇതിൻ്റെ മേലെയാണ് നമ്മൾ ഒട്ടുപാല് കൊണ്ട് വരഞ്ഞ് കെട്ടാൻ പോകുന്നത്. ഏകദേശം ഈ രീതിയിൽ ആയിട്ടുണ്ട്. നമുക്കിത് ഓരോ പീസായിട്ടെടുത്ത് നമുക്കിതിൻ്റെ മേലെ കെട്ടി കൊടുക്കും. നമ്മൾ ഓരോ യൂട്യൂബ് ചാനലിൽ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ട്, നമ്മൾ റബ്ബർ ബാൻഡ് കൊണ്ടൊക്കെ ബോൾ ഉണ്ടാക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് നാച്ചുറലായി കിട്ടുന്ന സാധനമാണിത് ഒട്ടുപാൽ. നമ്മൾ റബ്ബർ വെട്ടുന്ന സ്ഥലത്തൊക്കെ ഇത് വേസ്റ്റ് കളയാറുണ്ട്. അത് നമുക്ക് ശേഖരിച്ച് കൊണ്ടുവന്ന് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകതയോട് ബോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റായിട്ട് തന്നെ മൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബോൾ ഇതിനോട് ഉണ്ടാക്കാൻ സാധിക്കും. നല്ല വലിയ ബോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ ഈസി ആയിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉള്ളത് വെച്ചാൽ ഇതൊരിക്കലും പൊട്ടില്ല. ഇത് നമ്മളത് കെട്ടിയതിന് ശേഷം നല്ലപോലെ കത്തിച്ചാണ്ട് ചൂടാക്കി കൊടുത്താൽ മതി. നമുക്കിത് ഉണ്ടാക്കി നോക്കാം. ഇപ്പം ഏകദേശം ഈ രീതിയിലായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇത് സാധാരണയായിട്ട് ഞങ്ങൾ നിർമ്മിക്കാറുള്ളൊരു ബോൾ തന്നെയാണ്. ഈ റബ്ബർ കാടുകളൊക്കെ ഉള്ള സ്ഥലത്ത് ധാരാളം റബ്ബർ വേസ്റ്റ്, ഇങ്ങനത്തെ ഒട്ടുപാലിൻ്റെ വേസ്റ്റ് കാണാറുണ്ട്. ഇതിന് മാർക്കറ്റിൽ അത്യാവശ്യം വിലയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അധികം കുറേ വേസ്റ്റ് കാണും. നമ്മുടെ ഓരോ റബ്ബർ മരത്തിൻ്റെ വീട്ടിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ വേസ്റ്റായിട്ടുള്ള ഒട്ടുപാൽ നമുക്ക് കിട്ടും. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഒരു പണച്ചെലവില്ലാത്ത രീതിയിൽ നല്ലൊരു റബ്ബർ ബോൾ തന്നെ ഇതിനുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള കവറാണ്. നിങ്ങൾ കവർ ഉപയോഗിക്കാതെ ഈ ഒട്ടുപാൽ വേസ്റ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ബോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് അങ്ങനെ നിർമ്മിച്ചെടുക്കാവുന്നതാണ്. പക്ഷെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല മൂവ് ചെയ്യുക. ഇതുപോലെ ഏകദേശം നമ്മൾ ഈ രീതിയിൽ നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് തോന്നും ഇതെങ്ങനെ ഒരു റൗണ്ടായി ബോളായിട്ട് കിട്ടുകയെന്ന്. പക്ഷേ ഇത് നമ്മൾ ഓരോ സൈഡിലേക്കായിട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോ രീതിയിൽ നമ്മൾ കെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി നല്ലൊരു ഷേപ്പുള്ള ബോൾ തന്നെ ഇതിനോട് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. അപ്പം ഇതുപോലെ കെട്ടി നല്ല രസമാണ് കാണാൻ. ഇതുപോലെ നല്ല രസമുള്ള ബോളാണ്. ഇത് കെട്ടിയതിന് ശേഷം നമ്മൾ ഓരോ പീസ് കിട്ടുമ്പോഴും നമ്മൾ എവിടെ നിന്നാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് ഒരു പീസിൻ്റെ എൻഡിങ്, അവിടെ വെച്ച് നമ്മൾ മറ്റൊരു പീസ് എടുത്ത് ജോയിൻറ്റ് ചെയ്ത് കെട്ടി കൊടുത്താൽ ഈസി ആയിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇനിയൊരു പീസ് എടുത്ത് ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം. ഇത് കെട്ടുമ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലെയാണ് കെട്ടുന്നത്. ഒരു പീസ് നമ്മൾ കെട്ടി തീരുന്നെടുത്ത് വെച്ച് വേറൊരു പീസ് ജോയിൻറ്റ് ചെയ്ത് അത് കൂട്ടി നമ്മൾ ചുറ്റി കൊടുക്കണം. അതുപോലെ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ ഉറപ്പ് കൂടിയ ഒരു ബോൾ തന്നെയായി മാറും. കുറച്ച് വലിയ ബോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ ക്രിക്കറ്റ് കളിക്കാനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ രൂപത്തിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഏകദേശം ഒരു ബോളിൻ്റെ ആകൃതിയിൽ തന്നെ തോന്നിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ആദ്യം ധാരാളമായിട്ട് ഇത്തരത്തിലുള്ള ബോൾ ഉണ്ടാക്കാറുണ്ട്. നമുക്കിതിനാവശ്യമുള്ളത് റബ്ബറിൻ്റെ വേസ്റ്റ് വരുന്ന ഒട്ടുപാൽ അതുപോലെ തന്നെ ഇതിന് വേസ്റ്റ് വരുന്ന സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബോൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള റബ്ബർ വെട്ടുന്ന സ്ഥലത്തുള്ള
അതിൻ്റെ മുതലാളിമാരുകൊണ്ട് നിങ്ങൾക്കിത് ചോദിച്ച് അവരുടെ സമ്മതപ്രകാരം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ അതിന് സഹായിക്കും. അപ്പം തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് ഫുള്ള് നിർമ്മിച്ച് നോക്കാം. അപ്പം നമ്മുടെ ബോള് പൂർണ്ണമായിട്ടുണ്ട്. നമ്മളെ ഒട്ടുപാല് കൊണ്ട് നിർമ്മിച്ചത് ഇങ്ങനെ അടിപൊളി. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അല്ലേ. എൻ്റെ കയ്യിൽ നോക്കുകയാണെങ്കിൽ ഈ സൈസ് വലിപ്പമുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ല മൂവ് ചെയ്യാൻ പറ്റുന്ന ബോൾ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിന് പെയിൻ്റ് അടിച്ചൊക്കെ എടുക്കാം. പക്ഷെ ഇത് പെയിൻ്റ് അടിക്കുന്നത് നല്ല ഒന്ന് ചൂടാക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യിപ്പിക്കണം. നമ്മൾ ഒരു മെഴുകുതിരി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇത് ഒട്ടി പിടിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്പർ 1 ബോളാണ്. ഇതപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന പ്രതീക്ഷയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പം ഈ റബ്ബർ കാർഡൊക്കെ ഉള്ളിടത്ത് നിങ്ങൾക്ക് ഇതുപോലെ കുട്ടികൾക്ക് പന്ത് കളിക്കാൻ പറ്റുന്ന നല്ല ബോളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ 2 ബോളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.